നിങ്ങളുടെ ഫോൺ നിങ്ങൾക്ക് സ്ലോ ആയതുപോലെ തോന്നുന്നുണ്ടോ? മൊബൈലിലെ എന്തെങ്കിലും ആപ്പ് തുറക്കുമ്പോൾ അത് കുറച്ച് സമയം എടുത്തിട്ടാണോ ഓപ്പൺ ആവുന്നത്? അതുപോലെ തന്നെ നിങ്ങളുടെ ബാറ്ററിയും ഡ്രെയിൻ ആകുന്നുണ്ടോ? സത്യത്തിൽ ഇങ്ങനെയുണ്ടാകുന്നത് നോർമൽ അല്ല. നിങ്ങളുടെ ഫോണിൽ നിങ്ങൾക്ക് കാണാനാവാത്ത ചില പാരസൈറ്റ് പ്രോസസ് ആണ് ഇതിന് കാരണം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് നിങ്ങളുടെ ആൻഡ്രോയിഡ് ഫോൺ സ്ലോ ആക്കുന്ന 6 ഹിഡൻ സെറ്റിംഗ്സ് ആണ്. അത് നിങ്ങൾ ഇപ്പോൾ തന്നെ ഓഫ് ചെയ്ത് നിങ്ങളുടെ ഫോൺ വീണ്ടും ഫാസ്റ്റും സ്മൂത്തുമാകും. അപ്പോൾ ആദ്യമായിട്ടാണ് എന്റെ വീഡിയോ കാണുന്നവരാണെങ്കിൽ ഇതുപോലുള്ള ഇൻഫർമേറ്റീവ് വീഡിയോ കിട്ടുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പോൾ സെറ്റിംഗ്സ് ഏതൊക്കെയാണെന്ന് നേരെ നമുക്ക് സ്ക്രീൻ റെക്കോർഡ് ചെയ്താൽ കാണാം. നമ്മൾ ആദ്യം നോക്കുന്നത് നമ്മൾ ഉപയോഗിക്കാത്ത ഒരുപാട് ആപ്പുകൾ നമ്മളുടെ മൊബൈലിലെ ബാക്ക്ഗ്രൗണ്ടിൽ പ്രവർത്തിക്കുന്നുണ്ടാകും. അത് എങ്ങനെ കൺട്രോൾ ചെയ്യാം എന്ന് നമുക്ക് ആദ്യം നോക്കാം. അതിനായി നിങ്ങൾ മൊബൈലിലെ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുക. ശേഷം സ്ക്രോൾ ചെയ്ത് താഴെ ബാറ്ററി എന്ന ഓപ്ഷൻ കാണും, നിങ്ങൾ അത് ഓപ്പൺ ചെയ്യുക. പിന്നീട് വരുന്ന ഇന്റർഫേസിൽ താഴെ ബാക്ക്ഗ്രൗണ്ട് പവർ കൺസപ്ഷൻ മാനേജ്മെന്റ് എന്നൊരു ഓപ്ഷൻ കാണാം, നിങ്ങൾ അത് ഓപ്പൺ ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് കാണാം നിങ്ങളുടെ മൊബൈലിലെ ബാക്ക്ഗ്രൗണ്ടിൽ എന്തെല്ലാം ആപ്പുകൾ റൺ ചെയ്യുന്നു എന്ന്. ഉദാഹരണത്തിന് നിങ്ങൾ ആഴ്ചകൾ മുമ്പേ യൂസ് ചെയ്ത ആപ്പുകൾ പോലും ഇപ്പോഴും നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ടിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ടാവാം. ഇത് നിങ്ങളുടെ ബാറ്ററി ഡ്രെയിൻ ചെയ്യുകയും നിങ്ങളുടെ റാം യൂസ് ചെയ്യുകയും ഫോൺ സ്ലോ ആക്കുകയും ചെയ്യും. ഇതിനുള്ള സൊല്യൂഷൻ, നിങ്ങൾ ഇതിൽ നിന്ന് ഓരോരോ ആപ്പുകൾ സെലക്ട് ചെയ്യുക. ഉദാഹരണത്തിന് ഞാൻ ഇപ്പോൾ ഇവിടെ നിന്ന് ആമസോൺ സെലക്ട് ചെയ്യുന്നു. ഇവിടെ നിങ്ങൾക്ക് ആമസോൺ ലോഗോയുടെ താഴെ തന്നെ കാണാം ടുഡേ ബാക്ക്ഗ്രൗണ്ട് പവർ കൺസപ്ഷൻ. ഇത് ഇന്ന് മാത്രം യൂസ് ചെയ്തതാണ്, പക്ഷേ ആമസോൺ ഞാൻ യൂസ് ചെയ്തിട്ട് ഏകദേശം 1 മാസത്തിന് മുകളിലായി. ഇതുപോലെ നിങ്ങളുടെ മൊബൈലിലും ദിവസവും നിങ്ങൾ ഉപയോഗിക്കാത്ത ആപ്പുകൾ പോലും റൺ ചെയ്യുന്നുണ്ടാകാം. നമ്മൾ ഓരോരോ ആപ്പുകളും തുറക്കുമ്പോൾ അതിൽ ഡിഫോൾട്ടായി വരുന്ന ഓപ്ഷൻ ഡോണ്ട് റെസ്ട്രിക്റ്റ് ബാക്ക്ഗ്രൗണ്ട് പവർ യൂസേജ് എന്നാണ്. നിങ്ങൾ ആ ഓപ്ഷൻ അവിടെ നിന്ന് മാറ്റി റെസ്ട്രിക്റ്റ് ബാക്ക്ഗ്രൗണ്ട് പവർ യൂസേജ് നിങ്ങൾ യൂസ് ചെയ്യുക. ഇതുപോലെ നിങ്ങൾ ഓരോരോ ആപ്പും ഓപ്പൺ ചെയ്ത് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഇതിൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ ഡെയിലി യൂസ് ചെയ്യുന്ന വാട്സപ്പ് ആപ്പുകൾ, യൂട്യൂബ് ആപ്പുകൾ, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, അതുപോലെ ബാങ്ക് ആപ്പുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ അത് ഓപ്പൺ ചെയ്തതിന് ശേഷം മുകളിൽ കാണുന്ന സ്മാർട്ട് കൺട്രോൾ നിങ്ങൾ സെലക്ട് ചെയ്യുക. കാരണം നിങ്ങൾ ദിവസവും ഉപയോഗിക്കുന്ന ആപ്പുകൾ നിങ്ങൾ റെസ്ട്രിക്റ്റ് ചെയ്യരുത്. നിങ്ങൾ ഇങ്ങനെ റെസ്ട്രിക്റ്റ് ചെയ്താൽ നിങ്ങൾക്ക് വരുന്ന OTP മെസ്സേജുകൾ ഇതൊക്കെ ഡിലേ ആവാം. അതുകൊണ്ട് തന്നെ നിങ്ങൾ കൂടുതൽ യൂസ് ചെയ്യാത്ത ആമസോൺ, ഫ്ലിപ്കാർട്ട്, ഗെയിം, ഷോപ്പിംഗ് ആപ്പ്, വീഡിയോ സ്ട്രീമിംഗ്, അൺയൂസ്ഡ് ആപ്പ് ഇതൊക്കെ നിങ്ങൾ റെസ്ട്രിക്റ്റ് ചെയ്യുക. ശേഷം നമ്മൾ ബാക്ക് പോയി ഹോം സ്ക്രീനിലേക്ക് വരിക. ഇനി നെക്സ്റ്റ് ഞാൻ കാണിക്കാൻ പോകുന്നത് ഒരു വലിയ ട്രാപ്പാണ്, ഓട്ടോ അപ്ഡേറ്റ്. അത് കൺട്രോൾ ചെയ്യാനായി പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യുക. ശേഷം മുകളിൽ കാണുന്ന പ്രൊഫൈൽ ഐക്കണിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ഇതിൽ താഴെ സ്ക്രോൾ ചെയ്ത് നിങ്ങൾ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് നെറ്റ്വർക്ക് പ്രിഫറൻസ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാം, നിങ്ങൾ അത് ഓപ്പൺ ചെയ്യുക. പിന്നീട് ഇതിൽ ഓട്ടോ അപ്ഡേറ്റ് ആപ്പ് ഓപ്പൺ ചെയ്യുക. ഇവിടെ മിക്കവരുടെയും അപ്ഡേറ്റ് ഓൾ ആപ്പ് എന്നുള്ള ഓപ്ഷനിലായിരിക്കും ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ആപ്പ് വെയിറ്റ് കൂടും, അൺനെസസറി ഫീച്ചർ ആഡ് ചെയ്യും, ഫോൺ സ്ലോ ആവുകയും ചെയ്യും. ഇതിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഏറ്റവും താഴെ കാണുന്ന ഡോണ്ട് ഓട്ടോ അപ്ഡേറ്റ് ആപ്പ് നിങ്ങൾ സെലക്ട് ചെയ്യുക. ഇങ്ങനെ ചെയ്താൽ ഇനി ആപ്പ് നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാം. നിങ്ങൾക്ക് വേണ്ട ആപ്പ് മാത്രം അപ്ഡേറ്റ് ചെയ്താൽ മതിയാകും. ഇതിനുശേഷം നിങ്ങൾ ബാക്ക് പോയി ഹോം സ്ക്രീനിലേക്ക് വരിക. ഇനി നിങ്ങളുടെ ഫോൺ സ്റ്റോറേജ് ഫുള്ളാണെങ്കിൽ നിങ്ങളുടെ ഫോൺ ഒരിക്കലും സ്മൂത്തായി വർക്ക് ചെയ്യില്ല. മിനിമം 20% സ്റ്റോറേജ് എങ്കിലും ഫ്രീ ആയിരിക്കണം. ഇവിടെ നിങ്ങൾ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുക. ശേഷം താഴേക്ക് സ്ക്രോൾ ചെയ്ത് സ്റ്റോറേജ് സ്പേസ് നിങ്ങൾ ഓപ്പൺ ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് കാണാം നിങ്ങൾ എത്ര GB ഇപ്പോൾ യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത്. ആദ്യമായി നിങ്ങൾ ആപ്പ് ഓപ്പൺ ചെയ്താൽ നിങ്ങൾക്ക് ഇവിടെ എല്ലാ ആപ്പുകളും ഇവിടെ കാണാൻ വേണ്ടി പറ്റും. ഓരോരോ ആപ്പുകളും എത്ര MB ആണ് എന്നതും നിങ്ങൾക്ക് അറിയാൻ വേണ്ടി പറ്റും. ഇതിൽ നിങ്ങൾ ഓരോരോ ആപ്പുകളും ഓപ്പൺ ചെയ്തതിനു ശേഷം ക്ലിയർ കാഷെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ഇനി നിങ്ങൾ ഇതിൽ യൂസ് ചെയ്യാത്ത അൺനെസസറി ആപ്പുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ അത് അൺഇൻസ്റ്റാൾ ചെയ്യുക. കാരണം ചിലപ്പോൾ ഫോൺ സ്റ്റോറേജ് ക്ലീൻ ചെയ്താൽ തന്നെ ഫോണിന്റെ സ്പീഡ് ഇൻക്രീസ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഇനി ഇതിൽ തന്നെ നിങ്ങൾ ഉപയോഗിക്കാത്ത ഡ്യൂപ്ലിക്കേറ്റ് വീഡിയോസ്, ഡ്യൂപ്ലിക്കേറ്റ് ഫോട്ടോസ്, അൺനെസസറി വീഡിയോസ് ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ അതൊക്കെ ഡിലീറ്റ് ചെയ്ത് കളയുക. ശേഷം നിങ്ങൾ സെറ്റിംഗ്സിന്റെ ഹോം സ്ക്രീനിലേക്ക് വരിക. ഇപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് സിമ്പിൾ ആയിട്ടുള്ള പവർഫുൾ ട്രിക്കാണ്. അതിനായി സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്തതിന് ശേഷം താഴെ ആപ്പ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാം, നിങ്ങൾ അത് ഓപ്പൺ ചെയ്യുക. പിന്നീട് സീ ഓൾ ആപ്പ് എന്നുള്ളതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാ ആപ്പുകളും ഇവിടെ കാണാൻ വേണ്ടി പറ്റും. ഇതിൽ നിന്ന് ഓരോരോ ആപ്പുകളും നിങ്ങൾ ഓപ്പൺ ചെയ്തതിന് ശേഷം ഇതിന്റെ താഴെ സ്റ്റോറേജ് ആൻഡ് കാഷെ എന്നുള്ളൊരു ഓപ്ഷൻ കാണാം, നിങ്ങൾ അത് ഓപ്പൺ ചെയ്യുക.
പിന്നീട് മുകളിൽ കാണുന്ന ക്ലിയർ ക്യാഷെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ഇങ്ങനെ നിങ്ങൾ ചെയ്യുന്നത് സേഫ് ആണ്, കാരണം ഡാറ്റ ഡിലീറ്റ് ആവില്ല, ലോഗിൻ പോകില്ല, ഹിഡൻ ജങ്ക് ഫയൽ റിമൂവ് ചെയ്യും. എല്ലാ ആപ്പിലും ഇത് ചെയ്യുകയാണെങ്കിൽ പെർഫോമൻസ് ബൂസ്റ്റ് കിട്ടും. ശേഷം നിങ്ങൾ ബാക്ക് പോവുക. ഇനി ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് ചിലർക്കെങ്കിലും ബാലിശമായി തോന്നാം, പക്ഷേ ഇത് പവർഫുൾ ആണ്. വീക്കിൽ ഒരിക്കലെങ്കിലും നിങ്ങളുടെ ഫോൺ നിങ്ങൾ റീസ്റ്റാർട്ട് ചെയ്യുക. നിങ്ങൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ റാം ക്ലീൻ ആകും, ബാക്ക്ഗ്രൗണ്ടിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ആപ്പുകൾ ക്ലോസ് ആവും, സിസ്റ്റം റീഫ്രഷ് ആവും. അതുകൂടാതെ നിങ്ങളുടെ ഫോൺ സ്മൂത്ത് ആവുകയും ചെയ്യും. നിങ്ങളുടെ ഫോൺ സ്ലോ ആകുന്നത് ഫോൺ പ്രോബ്ലം അല്ല, സെറ്റിംഗ്സ് പ്രോബ്ലം ആണ്. ഇന്നത്തെ വീഡിയോ എൻ്റെ കൂട്ടുകാർക്ക് ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. പുതിയ ഇൻഫർമേറ്റീവ് വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.